നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ഫിനാൻസിൻ്റെയും ബജാജ് ഫിനാൻസിൻ്റെയും എല്ലാം കാറ്റഗറിയിൽപ്പെടുന്ന നോർത്തേൺ ആർ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന ഒരു തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയെ കുറിച്ചാണ്. ഇത് 2009 രൂപം കൊള്ളുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ NBFCയുടേതായിട്ട്. അവർ ധനസഹായം നൽകുന്നത് തീരെ ഇതുവരെ ശ്രദ്ധിക്കപ്പെടാത്ത സാധാരണക്കാർക്കും സാധാരണക്കാരുടെ ബിസിനസ്സുകൾക്കും എല്ലാമാണ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് മോഡലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവർ നൽകുന്ന സേവനങ്ങൾ നൽകുന്ന മേഖലകളും അവരുടെ പ്രോഡക്ട്സും ആ ഒരു ധനസഹായം നൽകുന്ന കാറ്റഗറിയും എല്ലാം തന്നെ വളരെ വൈവിധ്യമേറിയതാണ്. 2024 മാർച്ച് 31 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ അവർ ഏകദേശം 1.25 ലക്ഷം കോടിയുടെ ധനസഹായമാണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഫിനാൻസിങ് നടത്തിയിട്ടുള്ളത് അത് ഏകദേശം 101.82 ദശലക്ഷം കസ്റ്റമേഴ്സിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എന്ന് പറയാവുന്ന ഒന്നാണ് നോർത്തേൺ ആർക്ക് ക്യാപിറ്റൽ എന്നുള്ളത്. ഇവരുടെ ഇഷ്യൂ സെപ്റ്റംബർ 16 ഓപ്പൺ ആകുന്നത്. ഇവർ മാർക്കറ്റിൽ നിന്ന് സ്വരൂപിക്കുന്നത് 777 കോടി രൂപയാണ്. അപ്പം നമുക്ക് ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. 500 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികളും 277 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഇഷ്യൂ. സെപ്റ്റംബർ 16 മുതൽ 19 വരെ ആയിരിക്കും ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്കപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ബിസിനസ് മോഡലാണ് ഈ കമ്പനിയുടേതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നൽകുന്ന ഫിനാൻസുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. MSME ഫിനാൻസിങ്, മൈക്രോ ഫിനാൻസ്, പിന്നെ കൺസ്യൂമർ ഫിനാൻസ്, വെഹിക്കിൾ ഫിനാൻസ്, അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ്, പിന്നെ അഗ്രികൾച്ചർ ഫിനാൻസ്. ഈ രംഗങ്ങളിലെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നോർത്തേൺ ആർ ക്യാപിറ്റൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രസിദ്ധമായിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ക്രിസിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോവസ്റ്റ് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റുള്ള NBFC ആണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവരുടെ GNPA അല്ലെങ്കിൽ കിട്ടാക്കണമെന്ന് നമ്മൾ പറയുന്ന കാര്യം തന്നെ 0.45% ഉള്ളൂ എന്നുള്ളതാണ് ക്രിസിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് NNPA എന്ന് പറയുന്നത് 0.08% ഉള്ളൂ എന്ന് ക്രിസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെയധികം ലോവസ്റ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധേയമായ ഒരു കമ്പനിയാണ് നോർത്തേൺ ആർ ക്യാപിറ്റൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവരുടെ എംപ്ലോയീസിൻ്റെ നമ്പർ 2695 എന്ന് അവരുടെ റിപ്പോർട്ടിൽ കാണുന്നു. മൈക്രോ ഫിനാൻസ് രംഗത്ത് 15 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഈ കമ്പനി മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകൾക്ക് അല്ലെങ്കിൽ MSMEകൾക്കുള്ള ഫിനാൻസിങ് ആരംഭിച്ചിട്ട് 14 വർഷമായിട്ടുണ്ട്. അതേസമയം ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഫിനാൻസിലേക്ക് അവർ 9 വർഷമായി പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ട്. ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ പറയാനായിട്ടില്ല. അതായത് ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ് ഇത് എന്ന് പറയാം. എങ്കിലും ഈ ചിത്രത്തിൽ കാണുന്ന PS ജയകുമാറാണ് ഇതിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും ഇതിൻ്റെ ചെയർമാനും. ഇനി നമുക്ക് 277 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ, അതാരാണ് നടത്തുന്നതെന്ന് നോക്കുക. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ചില വിദേശ ഫണ്ടുകൾ അടക്കമുള്ള ചില ധനകാര്യ സ്ഥാപനങ്ങളാണെന്ന് കാണാനായിട്ട് സാധിക്കും. അവരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ പ്രധാനമായിട്ടും കണ്ടത് ലീപ് ഫ്രോഗ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇന്ത്യ ലിമിറ്റഡ്, ആക്യോൺ ആഫ്രിക്ക ഏഷ്യ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, 8 റോഡ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് മൗറീഷ്യസ് ലിമിറ്റഡ്, സുമിതോമോ മിത്സുയി ബാങ്കിങ് കോർപ്പറേഷൻ, പിന്നെ IIFL സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, ദീവ്ര ട്രസ്റ്റ് എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഓഫർ ഫോർ സെയിൽ നടത്തുന്ന ഗ്രൂപ്പിൻ്റെ പേരുകൾ.
ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി 500 കോടി സ്വരൂപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നേരിടുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് മൂലധന വ്യാപ്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ലിസ്റ്റഡ് പിയർ കമ്പനികളെ നോക്കാം. അതിൻ്റെ PE റേഷ്യോ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും ലിസ്റ്റഡ് കമ്പനികളുടെ പേര് ഞാനിവിടെ വായിക്കാം. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, SBFC ഫിനാൻസ്, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ, ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ്, പൂനാവാല ഫിൻകോർപ്പ്, MAS ഫിനാൻസ് സർവീസസ്. അതിൻ്റെ PE റേഷ്യോ ആണ് ഈ അറ്റത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സിന് നോക്കാം. ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്, ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിൻ്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസ് ലിമിറ്റഡുമാണ്. ഇനി പതിപോലെ കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് നോക്കാം. EPS 19.7, PE റേഷ്യോ 13.35, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 13.32%, NAV 162.64 പെർ ഷെയർ എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി മറ്റ് റവന്യൂ നോക്കുകയാണെങ്കിൽ 2022 916.55 കോടി രൂപയായിരുന്നത് 23 ആയപ്പോഴത്തേക്കും 1311.2 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് റവന്യൂ. അത് 2024 ആയപ്പോഴത്തേക്കും 1906.03 കോടി എന്നുള്ള ലെവലിലേക്ക് നല്ലപോലെ വർദ്ധിച്ചു. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2023 242.21 കോടി രൂപയായിരുന്നു കമ്പനിയുടെ അറ്റാദായം. അത് 2024 ആയപ്പോഴത്തേക്കും 317.69 എന്നുള്ള ലെവലിലേക്കും വർദ്ധിക്കുകയുണ്ടായി. അതായത് 2023 നിന്ന് 24 വരുമ്പോൾ റവന്യൂവിൽ 45% വർധനവാണ് രേഖപ്പെടുത്തിയതെങ്കിൽ അതിൻ്റെ അറ്റാദായത്തിൽ 31% വർധനവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ മികച്ച കണക്കുകൾ തന്നെയാണ് ഈ കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോർത്തേൺ ആർക്ക് ക്യാപിറ്റൽ എന്ന ഈ കമ്പനിയുടെ ഇഷ്യൂ ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 229 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ നടത്തിയിട്ടുള്ളത്. ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. സാധാരണയായിട്ട് ഇത്തരത്തിൽ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കമ്പനികൾ ആദ്യമേ തന്നെ കുറേ അധികം പണം ഇതിൽ വിനിയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നിക്ഷേപിക്കാറുണ്ട്. അത്തരത്തിൽ 229 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ നോർത്തേൺ ആർക്ക് ക്യാപിറ്റൽ എന്ന കമ്പനിയിലേക്ക് ഇത്തരത്തിലുള്ള ആങ്കർ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട കമ്പനികൾ SBI ജനറൽ ഇൻഷുറൻസ് കമ്പനി, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, കോട്ടക് മഹീന്ദ്ര ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഗോൾഡ്മാൻ സാച്ച് സിംഗപ്പൂർ, സൊസൈറ്റി ജനറൽ, ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിട്ടുള്ള ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇത്തരത്തിൽ ഇഷ്യൂ ഓപ്പൺ ആവുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഇനി നോർത്തേൺ ആർക്ക് ക്യാപിറ്റലിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് സെപ്റ്റംബർ 16 മുതൽ 19 വരെയാണ്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 249 രൂപ മുതൽ 263 രൂപ വരെയാണ്. എംപ്ലോയീസിന്, കമ്പനിയുടെ എംപ്ലോയീസിന് 24 രൂപ ഓരോ ഓഹരിയിൽ അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. ഫ്രഷ് ഓഹരികൾ 500 കോടി രൂപയ്ക്കുള്ളതുണ്ട്, 277 കോടി രൂപയ്ക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. ഇനി അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 777 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 57 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ്. ഇത് 35% റീറ്റെയിലേഴ്സിനാണ് കമ്പനി ഓഹരികൾ കൊടുക്കുന്നത്. സെപ്റ്റംബർ 20 ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരിക. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഈ കമ്പനി സെപ്റ്റംബർ 24 ആയിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത് 249 രൂപ മുതൽ 263 രൂപ വരെയുള്ള പ്രൈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ 2024 ഏണിങ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇത് റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഹരിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോഴത്തേക്കും 4242.86 കോടി രൂപയായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ റേറ്റിംഗ്, ക്രിസിൽ എന്ന് പറയുന്ന റേറ്റിംഗ്
ഏജൻസി വളരെ ലീഡിംഗ് പ്ലെയർ എന്നുള്ള ലെവലിലാണ് ഈ മേഖലയിലെ ലീഡിംഗ് പ്ലെയർ എന്നുള്ള ലെവലിലുള്ള സർട്ടിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു CAGR നോക്കുകയാണെങ്കിൽ 16% ഉണ്ട്. 2020 മുതൽ 24 വരെയുള്ള കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ 16% വളർച്ചാ നിരക്കാണ് ഈ ഇൻഡസ്ട്രി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെ മികച്ചതാണ് എന്നുള്ളതാണ്. റവന്യൂവും അറ്റാദായത്തിലും വലിയ മികവ് കാണിക്കുന്ന ഒരു കമ്പനിയാണ് ഇത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഇക്ര, കെയർ എഡ്ജ് തുടങ്ങിയിട്ടുള്ള റേറ്റിംഗ് ഏജൻസികൾ ഇതിൻ്റെ ലോങ് ടേം ഷോർട്ട് ടേം ബാങ്ക് ഫെസിലിറ്റീസിനും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിനും A1+ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. A1+ റേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ മികച്ച ഒരു റേറ്റിംഗ് തന്നെയാണ് ലോങ് ടേം ഷോർട്ട് ടേം ബാങ്ക് ഫെസിലിറ്റീസ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിന് ഇക്രയും കെയർ എഡ്ജും നൽകിയിരിക്കുന്ന ഈ റേറ്റിംഗ് തന്നെ നല്ലൊരു സാക്ഷ്യപത്രമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ലോങ് ടേം ആയിട്ടുള്ളവർക്കും ഷോർട്ട് ടേം ആയിട്ടുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ ഇഷ്യൂ ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്, വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് ഒരു IPO വിശേഷമായിട്ട് ഒരിക്കൽ കൂടി കാണാം. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നന്ദി, നമസ്കാരം, ബൈ.